ത്രിയേക ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാവട്ടെ. അഭിനന്ദനായ ഡോക്ടർ അയ്യൂബ് മാർ സിൽവാനോസ് തിരുമേനി, അഭിനന്ദനായ കുര്യാക്കോസ് മാർ ഇവാനിയോസ് തിരുമേനി, ഈ വേദിയിൽ ആയിരിക്കുന്ന കോറപ്പിസ്കോപ്പന്മാരെ, വൈദിക സഹോദരങ്ങളെ, പ്രിയപ്പെട്ട എൻ്റെ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഏറെ അഭിമാനത്തോടെ, ഏറെ സന്തോഷത്തോടെയാണ് ഈ 2025 നടക്കുന്ന 30ാമത് നോർത്ത് അമേരിക്കൻ ജ്ഞാനായ ഫാമിലി കോൺഫറൻസിൽ സംബന്ധിക്കുവാൻ ദൈവം അവസരം തന്നതെന്ന് നന്ദിയോടുകൂടി ഓർക്കുകയാണ്. എൻ്റെ ആരോഗ്യത്തെ പരിഗണിച്ച് ഞാൻ വരുന്നില്ല എന്ന് ആദ്യമേ ചിന്തിച്ചിരുന്നു. പക്ഷേ നിങ്ങളെ കാണുന്നത് വലിയ സന്തോഷമാണ്. എനിക്ക് തോന്നുന്നു ഒരു 7-8 കൺവെൻഷനിൽ പങ്കെടുത്തിട്ടുണ്ട് അച്ഛനായിരുന്ന കാലം മുതൽ. ഇപ്പോഴൊക്കെ വാസ്തവത്തിൽ വലിയ സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനും അതെന്നും ജീവിതത്തിൽ ഓർക്കുവാനും സാധിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ഓർപ്പിച്ചതുപോലെ തന്നെ ഇത് ആരംഭിച്ച അഭിനന്ദനായ വലിയ മെത്രാപ്പോലീത്ത ഏബ്രഹാം മാർ ക്ലീമീസ് തിരുമേനിയുടെയും നോർത്ത് അമേരിക്കയിലെ ജ്ഞാനായ കമ്മ്യൂണിറ്റിയുടെ ആരംഭത്തിൻ്റെ അല്ലെങ്കിൽ നന്ദി കുറിച്ച ബഹുമാന്യനായ KM സൈമൺ കോറപ്പിസ്കോപ്പായുടെയും നമ്മിൽ നിന്ന് വാങ്ങിപ്പോയ ഫിലിപ്പച്ചൻ്റെയും അതുപോലെ തൈക്കോട്ടത്തിലച്ഛൻ്റെയും അതുപോലെ ചാക്കോച്ചനച്ഛൻ്റെയും ഈ അടുത്ത ദിവസങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയ കല്ലമ്പറമ്പിലച്ഛൻ്റെയും എല്ലാ പുരോഹിതന്മാരുടെയും പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാജ്ഞലികൾ അർപ്പിക്കുകയാണ്. അഭിനന്ദനായ സിൽവാനോസ് തിരുമേനി പറഞ്ഞതുപോലെ യാതൊരു ഔചിത്യവുമില്ലാതെ വ്യക്തിപരമായ വൈരാഗ്യങ്ങൾ തീർക്കുന്നതിന് അമേരിക്കയിൽ ഒരു ഡിവിഷൻ ഇല്ലെന്നും ഇവിടെ ഒരു മെത്രാൻ ഇല്ലെന്നും ഒക്കെ തീരുമാനിച്ച് പ്രഖ്യാപിക്കുന്നത് പോലുള്ളതായ പക്വതയില്ലാത്ത തീരുമാനങ്ങൾക്ക് അവസാനിപ്പിക്കാവുന്ന ഒന്നല്ല നോർത്ത് അമേരിക്കയിലെ ജ്ഞാനായ കമ്മ്യൂണിറ്റി. ഞാനത് പറയാൻ കാരണം നോർത്ത് അമേരിക്കയിലെ ജ്ഞാനായ കമ്മ്യൂണിറ്റി ഭംഗിയായി നടക്കുന്നത് കാണുമ്പോൾ പിശാചിന് അടങ്ങിയിരിക്കാൻ പറ്റില്ല. അവിടെ അന്തഛിദ്രമുണ്ടാക്കി അതിനെ സ്പോൺസർ ചെയ്യുന്ന ആളുകളെ കണ്ടുപിടിച്ച് ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കുവാൻ നടക്കുന്ന ഒരു ശ്രമത്തിന്റെ ഭാഗം ഇന്ന് നമുക്ക് വളരെ സുപരിചിതമാണ്. പക്ഷേ തിരുമേനി ഓർപ്പിച്ചതുപോലെ ഞങ്ങളും അദ്ദേഹത്തോട് ചേർന്നും നിങ്ങളോട് ചേർന്നും പ്രഖ്യാപിക്കുന്നു, നീണാൾ വാഴട്ടെ നോർത്ത് അമേരിക്കൻ ജ്ഞാനായ കമ്മ്യൂണിറ്റി. അഭിനന്ദ തിരുമേനി പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ജനിച്ച് വളരുന്ന, പ്രത്യേകിച്ച് നോർത്ത് അമേരിക്കയുടെ പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ സിറ്റിസൺഷിപ്പ് ഉള്ളതായ എല്ലാ മക്കളും ജ്ഞാനായ എല്ലായിടത്തും എഴുതി വെച്ചിരിക്കുന്ന നിങ്ങളുണ്ട്, ഐ ആം പ്രൗഡ് ടു ബി എ ജ്ഞാനായ. ഇത് നമ്മുടെ രക്തത്തിലുള്ളതാണ്, ശുദ്ധമുള്ള രക്തം. ഇത് ബാഹ്യമായ പ്രലോഭനങ്ങൾക്ക്, ബാഹ്യമായ മോഹങ്ങൾക്ക് അടിയറ വയ്ക്കുവാനുള്ളതല്ല. ജ്ഞാനായ സമുദായത്തിന്റെ പൈതൃകം അന്ത്യോക്യ സിംഹാസനത്തിൽ മാത്രം അധിഷ്ഠിതമാണ്. അവിടെ നിന്ന് ലഭിച്ചതേ നമുക്കുള്ളൂ. അവിടെ നിന്ന് ലഭിച്ചതാണ് ഈ വസ്ത്രങ്ങൾ, അവിടെ നിന്ന് ലഭിച്ചതാണ് ഈ പട്ടത്വം. ഈ സമുദായത്തിലെ മെത്രാന്മാരും അച്ഛന്മാരും ശമ്മാശന്മാരും പട്ടം കെട്ടപ്പെടുന്നത് അന്ത്യോക്യ സിംഹാസനത്തിന് വേണ്ടിയാണ്. ആ പാരമ്പര്യം കളഞ്ഞുകുളിക്കുവാൻ ശ്രമിക്കുന്ന ആരെയും നമ്മൾ അനുവദിക്കില്ല. അതുകൊണ്ടാണ് ഇന്നലെ ഇവിടെ പാടിയെന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്, ചങ്കിൽ ഒരിച്ചിരി ഇടിപ്പുണ്ടെങ്കിൽ ചങ്ക് തുറന്ന് പറഞ്ഞേക്കാം, അടിയറ വെക്കില്ല ഒരു നാളും ഞങ്ങൾ. ഈ അന്ത്യോക്യയുടെ വിശ്വാസം
ഇതാണ് വാസ്തവത്തിൽ ഇന്ന് ഈ 30ാമത്തെ നോർത്ത് അമേരിക്കൻ ജ്ഞാനായ ഫാമിലി കോൺഫറൻസിന്റെ ലക്ഷ്യം നമ്മുടെ സ്നേഹമാണ്, നമ്മുടെ സൗഹൃദമാണ്, നമ്മുടെ പരിചയ പുതുക്കലാണ്. പക്ഷേ അതിനേക്കാളിലുപരി അടിസ്ഥാനപരമായ നമ്മുടെ വിശ്വാസ സത്യങ്ങൾ, നമ്മുടെ പാരമ്പര്യങ്ങൾ, നമ്മുടെ തനിമ, നമ്മുടെ പൈതൃകം, അതിനെ നശിപ്പിക്കുന്ന ഒരു പ്രവണതയോടും നമ്മൾ കൂട്ടുനിൽക്കില്ല. അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഭരണ സംവിധാനങ്ങളാണ് ഇന്ന് കനാനായ സമുദായത്തിൽ നടമാടുന്നത് എന്നൊക്കെ ഞങ്ങൾക്കറിയാം. ഞാൻ ഏറെ ദീർഘിപ്പിക്കുവാനല്ല. ഞാനിവിടെ വന്ന സമയത്ത് ഇവിടെയുള്ള പലരും എന്നോട് ചോദിച്ചു, തിരുമേനി ഇവിടെ പല പള്ളികളിലും ഈ അടുത്ത ദിവസങ്ങളിൽ മെത്രാപ്പോലീത്തായും അതുപോലെ മറ്റ് ഭാരവാഹികളും ഒക്കെ പറഞ്ഞു, ഇവിടെ ഒരു സമാധാനമുണ്ടാകാൻ ഈ മറ്റ് 3 മെത്രാച്ചന്മാരും സമ്മതിക്കില്ല, അതാണ് വിഷയമെന്ന് പറഞ്ഞത് ഞങ്ങളൊക്കെ ലൈവിൽ കേട്ടതുമാണ്. ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ തുറന്നു പറയാം, അതോടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഇപ്പോൾ ഉള്ള ജ്ഞാനായ കമ്മിറ്റിക്ക് മുമ്പുള്ള കമ്മിറ്റി, ഇന്നത്തെ സെക്രട്ടറി തന്നെയാണ് അന്നും, ഇവരുടെ ആദ്യത്തെ കമ്മിറ്റിയിൽ ഒരു കമ്മിറ്റിക്കാരൻ പറഞ്ഞു, നമ്മൾ ഒരു പാനലിലൊക്കെ ജയിച്ചതാ, അത് സമുദായം സഹായമെത്രാനുമല്ല, സഹായപക്ഷം സമുദായപക്ഷം അങ്ങ് ഒരു കക്ഷിയിലാണ് ജയിച്ചതെങ്കിൽ നമുക്ക് വാശിയും വൈരാഗ്യം വേണം, നമുക്ക് എല്ലാ മെത്രാച്ചന്മാരെയും കാണണം, ഈ വിഷയമെല്ലാം തീർക്കണം. അപ്പോൾ അന്നത്തെ പ്രസിഡന്റൊക്കെ പറഞ്ഞതൊക്കെ ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ അത് ശരിയല്ല. അതിനുശേഷം ഈ പറഞ്ഞ കമ്മിറ്റിക്കാരനോട് അന്നത്തെയും ഇന്നത്തെയും സെക്രട്ടറി പറഞ്ഞത്, താൻ എന്നോട് പേര് പറഞ്ഞു വെച്ചാൽ ഞാൻ പറയുന്നില്ല, അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞ, ഞാൻ കേട്ടതല്ല കേട്ടോ, ആ കമ്മിറ്റിക്കാരൻ പറഞ്ഞു, താൻ എന്നോട് പറയുന്നത് ഇവർ തമ്മിലുള്ള വിഷയം തീർന്നാൽ, ക്ഷമിക്കണം, അന്ന് സെക്രട്ടറി പറഞ്ഞ ഇവന്മാര് തമ്മിലുള്ള വിഷയം തീർന്നാൽ പിന്നെ നമുക്ക് എന്നോട് പണി. ആ ദുരാത്മാവാണ് ഇന്നും ഈ സമുദായത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യമായി ഞാൻ ഇവിടെ നിന്ന് പറയുന്നു, ആത്മാർത്ഥമായ ഒരു അനുരഞ്ജനത്തിനും ഈ കമ്മിറ്റിയോ മെത്രാപ്പോലീത്തായോ അസോസിയേഷനോ ശ്രമിച്ചിട്ടില്ല. ഭയപ്പെടാതെയാണ് ഞാൻ പറയുന്നത്. കാരണം ഇതൊരു സംഭവം. മറ്റൊരു സംഭവം, ഒരിക്കൽ ഒരു ദിവസം എന്നെ സമുദായത്തിൻ്റെ ട്രസ്റ്റി സ്കറിയ തോമസ് ആയിരുന്നു, എന്നെ വിളിച്ചു പറഞ്ഞു, ഒരു ദിവസം നമുക്കൊന്ന് കൂടണം. ആയിക്കോട്ടെ, ഞങ്ങൾ കുഞ്ചായൻ എന്നാണ് വിളിക്കുന്നത്, കുഞ്ചായൻ പറഞ്ഞാൽ മതി. കുഞ്ചായൻ ഡേറ്റ് പറഞ്ഞു, ഞാൻ ഈവാനുസിനെ കൂടെ ഒന്ന് വിളിച്ചു പറഞ്ഞു, സിൽവാനുസിനെ ഇവിടെയാണ്. എന്നോട് ഡേറ്റ് പറഞ്ഞു, സമ്മതിച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, സേവോറിസിമിന് ഇവിടെ ഇല്ല, പുള്ളി ഷാർജയിൽ പോവാ. ഓക്കെ, സെറ്റ് അനദർ ഡേറ്റ്. അങ്ങനെ ഡേറ്റ് നിശ്ചയിച്ചു. ഞങ്ങളെ ഈ കമ്മിറ്റിക്കാരൊന്ന് കണ്ട് സംസാരിക്കാൻ സന്തോഷമായി, ഒത്തിരി സന്തോഷമായി. തീരുവല്ലോ. 5:30 മണിയായപ്പോൾ ഒരു മെസ്സേജ് കൊണ്ട് ഫിലിപ്പ് ജോസഫ് എന്ന് പറയുന്ന അന്നത്തെ കമ്മിറ്റിക്കാരൻ, അയാൾ എഴുതിയിട്ടു, ഇന്നത്തെ കനാനായ കമ്മിറ്റിയുടെ തീരുമാനം സഹായമെത്രാന്മാരോട് നിസ്സഹരിക്കണം, അവരെ പള്ളികളിൽ കയറ്റരുത്, അവർക്കൊരു സാമ്പത്തിക സഹായം കൊടുക്കാതെ അവരുടെ മേൽ ഉപരോധം ഏർപ്പെടുത്തണം. ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ സെക്രട്ടറി വിളിച്ചു, സെക്രട്ടറി ഇതല്ലല്ലോ ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾ ഇന്ന ദിവസം നമുക്ക് കൂടാമെന്നല്ലേ പറഞ്ഞത്. പുള്ളി എന്നോട് ഒന്നും എനിക്കറിയാം, അങ്ങനെ പറഞ്ഞാൽ ഒക്കില്ലല്ലോ. ഈ മെസ്സേജ് അല്ല ശരിയെന്നും അവരെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ച് തീർക്കുമെന്നുമുള്ള മെസ്സേജ് ഈ വാട്സപ്പിലൂടെ അയച്ചില്ലെങ്കിൽ ഈ മീറ്റിങ്ങിന് ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു കത്ത് കിട്ടി, ഈ പറഞ്ഞതെല്ലാം കൊണ്ട് നിങ്ങൾ വരുമെന്നും പറഞ്ഞു. ആർക്കൊക്കെ കത്ത് എഴുതിയിരിക്കുന്ന അറിയാമോ? ഗ്രിഗോറിയോസ് മെത്രാച്ചനും ഈവാനോസ് മെത്രാച്ചനും സിൽവാനോസ് മെത്രാച്ചനും. സേവോറിസിമേനി ഇല്ല. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി, ഇത് ഈ നേഴ്സറിയിലെ പിള്ളേരെ ബെഞ്ചെ കയറ്റി നിർത്തി ചോദിക്കുമല്ലോ, അത് വേണ്ട, അതിന് മഞ്ഞക്കളം കാക്കണ്ട. ഞങ്ങൾ വിളിച്ചു പറഞ്ഞു, എഴുതി, ഇതിന് മറുപടി തന്നില്ലെങ്കിൽ ഞങ്ങൾ വരില്ല. നിങ്ങൾ പറ, എന്താത്മാർത്ഥതയിലാണ് ഈ വിളിച്ചത്? ഒരാത്മാർത്ഥതയുമില്ല, തീർക്കാനല്ല, തീരാൻ ഞങ്ങൾ ശ്രമിക്കുന്നു എന്ന് പറയുവാൻ വേണ്ടി. കൊടുങ്ങല്ലൂർ പൈതൃക എൻ്റെ ഉദ്ഘാടനത്തിന് എല്ലാവരെയും അവിടെ MLA ഉണ്ട്, കൊടുങ്ങല്ലൂരിൻ്റെ MLA.
അയാളുടെ ഒരു പ്രസംഗം കഴിഞ്ഞേക്ക് പോകണം. പക്ഷേ അയാളുടെ ഊഴം വന്നപ്പോൾ അയാൾ ആദ്യം പറഞ്ഞ, ഇനി ദയവ് ചെയ്ത് ഇതുപോലൊരു സ്വാഗത പ്രസംഗം പറയരുതെന്ന്. 55 മിനിറ്റ്. 55-ൽ എന്നെയും ഇവാനൂസ് തിരുമേനിയെയും സ്വാഗതം ചെയ്തത് പരമാവധി 1 മിനിറ്റ്. അതായത് ഞങ്ങളെ ഒന്ന് മാന്തി. അപ്പം അതിനകത്ത് ഞങ്ങളെ ഒന്ന് ചൊറിഞ്ഞപ്പോൾ ഞങ്ങൾ മാന്തി. അത് സത്യമാണ്. അതുകൊണ്ട് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്, ഇനി ഒരു മീറ്റിങ്ങിനും അവരെ വിളിക്കേണ്ട. കാരണം അവര് കുറെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ഈ ജനം ഒന്നും നമ്മുടെ കൂടെ നിൽക്കില്ല. ഇതാണ് ഈ അവസ്ഥ. അത് കഴിഞ്ഞേച്ച് പത്രക്കീസ് ബാബായുടെ 15 കൽപ്പന വന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ഡമാസ്കസ് ബെയ്റൂട്ടിൽ വെച്ച് മസ്കറ്റ് വെച്ചും ഒക്കെ കണ്ടതെല്ലാം തന്നു. സന്തോഷമായിട്ടത് ബാബായോട് ആക്സെപ്റ്റ് ചെയ്തു. പക്ഷേ ഇവിടെ വന്നപ്പോൾ സെവേറിയോസ് തിരുമേനി ഉദ്ദേശിക്കുന്ന പോലല്ല. അവർ സെവേറിയോസ് തിരുമേനിയെ വളരെയേറെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങളെ ഒരു ദിവസം വൈദിക കൗൺസിലുകാരും നാനായ കമ്മിറ്റിക്കാരും കൂടെ വിളിച്ചേച്ച് പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ച് നമുക്കൊന്ന് കൂടാം. ആയിക്കോട്ടെ. ഡേറ്റും പറഞ്ഞു. ഞങ്ങൾ 10:30 ആയപ്പോൾ അവിടെ ചെന്നു. 10:30 ആയപ്പോൾ അവിടെ ചെന്ന് സ്വാഗതമുണ്ട്, ധ്യാനമുണ്ട്, മറ്റേ ഇൻട്രൊഡക്ടറി സ്പീച്ചുണ്ട്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ഓരോ കടലാസ് കൊണ്ടുതന്നു. അപ്പൊ ഇത് നോക്കിയപ്പോൾ മനസ്സിലായി, ഇത് കൊണ്ടുവന്നിരിക്കുന്ന പുതിയ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസാണ് ഞങ്ങൾക്ക്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, പാത്രക്കീസ് ബാവ 15 കൽപ്പനയിൽ തന്നിട്ടുണ്ടല്ലോ, അത് ഞങ്ങൾ സമ്മതിച്ചതാണല്ലോ, അത് പറഞ്ഞ ഒക്കത്തില്ല, ബാവായിക്ക് നിങ്ങൾ എഴുതണം. പറഞ്ഞില്ല, ഞങ്ങൾ എഴുതത്തില്ല, തിരുമേനി വേണം എഴുതിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ എഴുതിക്കോ. അവസാനം ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ഇച്ചിരി കാര്യം കൊണ്ട് അവസാനം ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, യാക്കോബയിലെ ഒരു മെത്രാച്ചിമാരെ വിളിച്ചിട്ട് പാത്രക്കീസ് ബാവായിക്ക് എഴുതിയതിനകത്ത് വല്ല മാറ്റം വരുത്തണമെങ്കിൽ. പിന്നെയാണ് അതിൻ്റെ അറിഞ്ഞത്, ഞങ്ങൾക്ക് തന്ന കടലാസ് അല്ല തലേ ദിവസം പ്രിപ്പയർ ചെയ്തത്. നാനായ കമ്മിറ്റിയല്ല, വൈദിക കൗൺസില് ഞങ്ങളുടെ തരുവാൻ വേണ്ടി പ്രിപ്പയർ ചെയ്ത ആ കടലാസിൻ്റെ ഉണ്ട്. ദാറ്റ് വാസ് എക്സലന്റ്. പക്ഷെ രാത്രിയിൽ സെക്രട്ടറി ഉൾപ്പെടെ ഇരുന്നത് മാറ്റി കമ്പ്യൂട്ടർ. ഇത് പിന്നീടാണ് ഞങ്ങൾ അറിയുന്നത്. അതും ഒരാത്മാർത്ഥതയിലുള്ള മീറ്റിംഗ് അല്ലായിരുന്നു. എന്ന് മാത്രമല്ല, ഒരു അസോസിയേഷൻ വിളിച്ചിട്ട് പാത്രക്കീസ് ബാബായോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇതൊക്കെ ഭരണഘടനയിൽ വരുത്താതെ ഞങ്ങൾക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷനിലാവണം ഇതെല്ലാം. ബാബ പറഞ്ഞു, ഓക്കെ, യു ആർ വെൽക്കം. എന്നിട്ട് ഇപ്പം എല്ലായിടത്തും പറഞ്ഞിറങ്ങുന്നത് ബാബ പറഞ്ഞിട്ടാണ് ഞങ്ങൾ കൂടിയത്. ബാബായോട് പറഞ്ഞു, ഇത് ഞങ്ങൾ പാസ്സാക്കി ഭരണഘടന ഇൻകോർപ്പറേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. സന്തോഷം, ബാബ പറഞ്ഞ് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഒരു ദിവസം ഞാൻ പേരെടുത്ത് തേക്കുമുട്ടിലെ ബേവുക്കുട്ടി ജന്മള്ളംകുളത്തിൽ, പുള്ളി ഭയങ്കര സന്തോഷത്തിൽ എൻ്റെ അടുത്ത് കയറി വന്നു വെച്ചു, തിരുമേനി എനിക്ക് ഭയങ്കര സന്തോഷം. എന്താ? അത് ജ്ഞാനായ കമ്മിറ്റി അസോസിയേഷൻ വിളിച്ചിരിക്കുക നാളത്തേക്ക്. അവരൊരു പ്രപ്പോസൽ അയച്ചു തന്നു. എന്നോട് പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ നയമാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ഇത് നാളെ പാസ്സാക്കണം. ഞാൻ പറഞ്ഞു, നല്ലതായിരിക്കും. എന്തോന്ന്? എൻ്റെ കയ്യിൽ കടലാസ് തന്നു. കടലാസ് തന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ മലയാളത്തിലല്ലേ. ഞാൻ പറഞ്ഞു, ഇതാണ് പാത്രക്കീസ് ബാബ എഴുതിയിരിക്കുന്ന കൽപ്പനയുടെ തർജ്ജിമ. ഈ പുള്ളിക്ക് ഇത് അറിയത്തില്ലല്ലോ, പാത്രക്കീസ് കൽപ്പനയുടെ കാരണം ഞങ്ങൾ 4 പേർക്ക് അയച്ചിട്ടുള്ളൂ. ഞാൻ ഇത് ബാബയുടെ 15 കൽപ്പനയുടെ ശരിയായ തർജ്ജിമയാണെന്നും പറഞ്ഞ് ഈ ഇംഗ്ലീഷും മലയാളവും കൂടെ കാണിച്ചു പുള്ളി പോകാൻ സന്തോഷം. കാരണം ബാബ പറഞ്ഞു, ഇവർ പറഞ്ഞു, ഒരു വിഷയമില്ല, ഞങ്ങൾക്ക് സന്തോഷം. അസോസിയേഷൻ കൂടി മുമ്പിൽ ഒരു 10-40 പേര് ആദ്യം പോയി അങ്ങ് ഇരുന്നവരുടെ കടലാസ് കൊടുത്തിട്ട്, ഇത് നമ്മൾ അസോസിയേഷന് കൊടുത്തിരിക്കുന്ന ഭരണഘടനാ ഭേദഗതിയാണ്, ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അവരും പറഞ്ഞു, അത് പാസ്സാക്കണം. എന്താണ് സംഭവിച്ചെന്നറിയാമോ? ഈ തർജ്ജിമ ചെയ്ത് എല്ലാ അസോസിയേഷൻ അംഗങ്ങൾക്കും അച്ഛന്മാർക്കും അയച്ചു കൊടുത്ത ആ കടലാസ് മാറ്റി. അവര് തലേ ദിവസം ഇരുന്ന് അവരുടേതായ ഇഷ്ടത്തിന് ഒരു കടലാസ് ഉണ്ടാക്കി, എന്നിട്ട് പറയുന്ന ചെറിയ ചെറിയ മാറ്റം വരുന്നത്. അന്ത്യോക്യ പാത്രക്കീസിന്റെ കൽപ്പനയെ മാറ്റം വരുത്താൻ ആർക്കാണ് ഈ ലോകത്തിൽ അധികാരമുള്ളത്? ഒരു മനുഷ്യനും അധികാരമില്ല. നിങ്ങൾ ഓർക്കണം, അവിടെയും ചതിവാണ്, എല്ലായിടത്തും ചതിവാണ്. ക്രിസ്റ്റഫോറോസ് തിരുമേനി വന്നപ്പോൾ ഒരു ദിവസം ഒന്ന് കൂടണമെന്ന് പറഞ്ഞു. സെവേറിയോസ് തിരുമേനി പറഞ്ഞ, അന്ന് എനിക്ക് പറ്റത്തില്ല, വേറൊരു ദിവസം തിരുമേനിക്ക് സൗകര്യമുള്ള ദിവസം പറയണമെന്ന് പറഞ്ഞു. ഞങ്ങളോട് ആരും പറഞ്ഞില്ല, സെവേറിയോസ് തിരുമേനി പറഞ്ഞില്ല, ക്രിസ്റ്റഫോറോസ് തിരുമേനി ബാവായുടെ സെക്രട്ടറി. എന്നിട്ട് പേട്ടു ഒരു ശനിയാഴ്ച കമ്മിറ്റി അങ്ങ് തീരുമാനിച്ചു മീറ്റിംഗ്. ഞങ്ങളോട് ആരും പറഞ്ഞില്ല, ഞങ്ങൾ പോകാൻ നോക്കുകയില്ല. അത് കഴിഞ്ഞൊരു ലൈവ് ഇട്ടു. സെവേറിയോസ് തിരുമേനിയും സെക്രട്ടറിയും ഒക്കെ പറഞ്ഞു. ഞാൻ പേരെടുത്ത് പറഞ്ഞാൽ എനിക്ക് പേടിയൊന്നുമില്ല.
ഞങ്ങൾ 10:30 മുതൽ ഇവിടെ വിഭവസമൃദ്ധമായ ഭക്ഷണമുണ്ടാക്കി എം സി റോഡിലേക്ക് നോക്കിയിരിക്കുക. എന്തിനാണെന്നറിയാമോ? ഈ രണ്ടെണ്ണം സെല്വാനോസിന്റെ ദൈവത്തിന്റെ ഗ്രൗണ്ട് ഇവിടാണ്. ഈ 2 തിരുമേനിമാർ വരുന്നു, ഞങ്ങളെ അറിയിച്ചിട്ടില്ല. പോയില്ല, അറിയിച്ചില്ല. ഇതൊക്കെ വെറും നമ്മുടെ നാടൻ ഭാഷ വെറും ഉഡായിപ്പ്. ഞങ്ങളെ പാത്രകിസ് ബാബയുടെ സിന്നമദോസിന് പോയി കഴിഞ്ഞപ്പോൾ ബാബ ഈ ഞങ്ങളെ 3-4 പേരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ സ്നേഹത്തിൽ പോകണം, സമുദായത്തിൽ ഞങ്ങളോട് പറഞ്ഞു, ഈസ് യുവർ എൽഡർ ബ്രദർ, യു ഹാവ് ടു ലവ് ഹിം. ആൻഡ് ബാബ അദ്ദേഹത്തോട് പറഞ്ഞു, യു സി they are your brothers, you have to take care of them, consult each other for everything. എന്നിട്ട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ 4 പേരും കൂടെ മാത്രം ഇരിക്കണം, ഈ വിഷയങ്ങളൊക്കെ പഠിക്കണം. 15 കൽപ്പനയിൽ എന്തെങ്കിലും ചെറിയ മാറ്റം വരുത്തണമെങ്കിൽ എന്നോട് നിങ്ങൾ അറിയിച്ചാൽ മതി, ഞാൻ മാറ്റിക്കോളാം. സെവേറിയോസ്, യു ടേക്ക് ദി ഇനിഷ്യേറ്റീവ്. അപ്പോൾ കൊച്ചിയിലെ ഗ്രിഗോറിയോസ്, ഇന്നത്തെ ശ്രേഷ്ഠ ബാബ ഞങ്ങളുടെ കൂടെയുണ്ട്. ബാബ പറഞ്ഞു, ഗ്രിഗോറിയോസ്, ക്യാൻ യു ഹെൽപ്പ് ദം? അദ്ദേഹം പറഞ്ഞു, യെസ്, ഞാൻ ശരി, ഞാൻ അവരോട് സഹകരിക്കാം. അപ്പോൾ പറഞ്ഞു, പെട്ടെന്ന് ചെയ്യണം. ഞങ്ങൾ ഒരുമിച്ച് 4 പേരും സിൽവാനോസിനെ ഇങ്ങോട്ട് പോകുന്നു. ഞങ്ങൾ 3 പേരും കൂടെ ഒരേ ഫ്ലൈറ്റിന് ബെയ്റൂട്ടിൽ നിന്ന് കൊച്ചി വന്നിറങ്ങിയപ്പോൾ പറഞ്ഞു, തിരുമേനി ഒരു 2-3 ദിവസത്തിനകം നമുക്ക് ഈ മീറ്റിംഗ് കൂടണം, എന്നിട്ട് ഇതൊന്ന് സോൾവ് ചെയ്യാൻ നമുക്കൊരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കാൻ. നമുക്ക് ഇത് ഈ 15 ജനവും വാസ്തവത്തിൽ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റവുമായിട്ട് ഒരു ബന്ധവുമില്ല, മെത്രാന്മാർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കിത് തീർക്കാം. 3 ദിവസം കഴിഞ്ഞപ്പോൾ അറിഞ്ഞ അദ്ദേഹം UK പോയിരുന്നു. ഞാനും ഇവാനും തിരുമേനി ഇവിടെ നിന്ന് മാറി UK വിളിക്കും. ബെല്ലടിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടി. അപ്പോഴാണ് പിന്നെ UK എന്ന് പറഞ്ഞു, ഓരോ വീട്ടിലും ഭക്ഷണ സമയത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇത് കിട്ടുന്നത്. അന്നേരം കാണാം മോർ ഗ്രിഗോറിയോസ്, മോർ ഇവാനിസ് സ്ക്രീന്. അദ്ദേഹം തിരിച്ചു വെക്കും, ഫോൺ ആരും കാണാതിരിക്കാൻ. അദ്ദേഹം തിരിച്ച് വന്ന് ഒന്നും ചെയ്തിട്ടില്ല. തിരിച്ചു വന്നൊരു 3 ദിവസം കഴിഞ്ഞപ്പോൾ എഴുതി, അത് പിറ്റേ ദിവസം എഴുതി, നമുക്ക് കനായ കമ്മിറ്റിയും വൈദിക കൗൺസിലും നമ്മൾ മെത്രാന്മാരോട് ഒരിക്കൽ കൂടെ കൂടണം. ഞങ്ങൾ എഴുതി ചെന്ന് പറഞ്ഞു, നമ്മൾ 4 പേരും ഒരുമിച്ചിരുന്ന്, ഞങ്ങൾ 3 പേരും സിൽവാനോസ് തിരുമേനി ഓൺലൈനിൽ നമുക്ക് 1, 2, 3 മീറ്റിംഗ് ഇരുന്ന് ഇത് പരിഹരിച്ചിട്ട് കനായ കമ്മിറ്റിയുടെ ഇത് കൊടുക്കണം, കനായ അസോസിയേഷനിൽ ഇത് കൊടുക്കണം, ഇത് പരിഹരിക്കട്ടെ. പക്ഷേ ഇന്ന് വരെ, ഈ നിമിഷം വരെ, ഈ 2025 ജൂലൈ മാസം 18-ാം തീയതി വരെ ഈ സംഭവം നടന്നിട്ടില്ല. അപ്പോൾ കോംപ്രമൈസൊക്കെ വീണ്ടും ഞാൻ പറയുന്നു, ഇത് വെറും ഉഡായിപ്പാണ്, ഇത് സത്യമല്ല. കാരണം ജ്ഞാനായ സമുദായം ഇന്ന് ഒരു നുണ സംസ്കാരത്തിൻ്റെ പ്രതിച്ഛായയായി മാറിയിരിക്കുക. മദ്ബഹായിൽ നിന്ന് കള്ളം പറയുന്നതിന് ആർക്കും മടിയില്ല, ഒരു സ്ഥാനിക്കും മടിയില്ല. ഹൈക്കലായിൽ നിന്ന് കള്ളം പറയുന്ന ഒരു മടിയില്ല, ജനത്തോട് കള്ളം പ്രചരിപ്പിക്കുന്ന ഒരു മടിയുമില്ല. അപ്പൊ അതുകൊണ്ട് ജ്ഞാനായ സമുദായം ഇന്ന് നുണപ്രചരണത്തിന്റെ അസത്യങ്ങളുടെ ഒരു കോട്ടയായി മാറിയിരിക്കുക. അത് നിങ്ങൾ അറിയണം. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന്റെ ആ പൈതൃകത്തിൽ നിന്ന് ജ്ഞാനായ സമുദായത്തിന് മാറിയാൽ ഇതിനൊരു കാര്യവുമില്ല. ഇത് ഒരു പട്ടം പറപ്പിക്കുന്നത് പോലെ. പട്ടം പറപ്പിക്കുന്ന നിങ്ങൾ ഇവിടെ പട്ടം ഇല്ലായിരിക്കും, എനിക്കറിയത്തില്ല. പട്ടത്തിൽ ഒരു ചരടുണ്ട്, ആ ചരട് വലിക്കുമ്പോഴാണ് പട്ടം പയ്യെ 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 പൊങ്ങുന്നത്. അത് കുറേ നല്ലതുപോലെ വലിക്കുമ്പോൾ കുറേ പൊങ്ങും. ഇതിൻ്റെ കണക്ഷൻ ഈ ചരടയില്ല. അപ്പോൾ പട്ടത്തിന് അഹങ്കാരം തോടിയിട്ട്, എന്തിനാ നീ എന്നെ കെട്ടിയിട്ടിരിക്കുന്നേ, നീ എന്നെ അറുത്തുവിടെന്ന് പറഞ്ഞ് ആ പട്ടത്തിൻ്റെ ഈ ചരട് പൊട്ടിച്ചാൽ പട്ടം പൊങ്ങുകയില്ല. ആടി 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 ഈ ഭൂമിയിൽ പതിച്ച് അത് നാമാവശേഷം. ഇതാണ് ഇന്ന് ജ്ഞാനായ സമുദായത്തിന് ഉണ്ടാകാൻ പോകുന്നത്. അന്ത്യോക്യ ബന്ധം വിച്ഛേദിച്ചാൽ ഇതൊരു തടവറയോ ഒരു ബന്ധനമോ അല്ല, ഇതൊരു ബന്ധമാണ്. ഈ ബന്ധമാണ് നമ്മുടെ നിലനിൽപ്പ്. അതുകൊണ്ട് കേസുകൾ ഒത്തിരി വരുന്നുണ്ട്. അന്ത്യോക്യ സിംഹാസനത്തെ വിടുന്ന ഒരു കാര്യം, അന്ത്യോക്യ സിംഹാസനം, ഞാൻ ചോദിക്കട്ടെ, അന്ത്യോക്യ സിംഹാസനം പാത്രക്കീസിന് മൈക്ക് കിട്ടുമ്പോൾ പാത്രക്കീസിൻ്റെ കൂടെ ഞങ്ങളെല്ലാം അതാണ്, ഞങ്ങൾ ഇന്നൊരു അന്ത്യോക്യ സിംഹാസനത്തെ തള്ളിയിട്ടില്ലെന്ന് പറയുന്ന ആ അസോസിയേഷനാണ് കഴിഞ്ഞ വർഷം മെയ് മാസം 21-ാം തീയതി അസോസിയേഷൻ മെത്രാപ്പോലീത്തയുടെ അനുവാദത്തോടെ വിളിച്ചു ചേർത്ത് പരിശുദ്ധ അന്ത്യോക്യ പാത്രക്കീസിന് ജ്ഞാനായ സമുദായത്തിൻ്റെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ അധികാരങ്ങളും എടുത്തു കളഞ്ഞുകൊണ്ട് അസോസിയേഷൻ കൂടി. അസോസിയേഷന് പാസ്സാക്കി. പക്ഷേ അതിന് കേസ് പോയി. ആ തീരുമാനങ്ങളൊന്നും ഇന്നും നടപ്പാക്കാൻ പാടില്ല എന്ന് കോടതി വിധിച്ചു.
അല്ല എങ്കിൽ ഇന്ന് ജ്ഞാനായ സമുദായത്തിന്മേൽ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായ്ക്കുള്ള ആത്മീയവും ഭൗതികവും ടെമ്പറലുമായ എല്ലാ അധികാരങ്ങളും എടുത്തു കളയാൻ ശ്രമിക്കുന്ന ജനങ്ങളാണ് മൈക്ക് കിട്ടുമ്പോൾ പറയുന്നത് ഞങ്ങൾ അന്ത്യോക്യ സിംഹാസനത്തിന്റെ കൂടാണ്. ഇത് രണ്ടും കൂടെ എങ്ങനെയാ ഒക്കുന്നത്? സാരമില്ല, മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാവുന്ന ദേറാപ്പള്ളിയിൽ എങ്ങനെയായിരുന്നു, റാന്നി വലിയ പള്ളിയിൽ എങ്ങനെയായിരുന്നു, മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. കാരണം ജനങ്ങൾ സത്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. അപ്പോൾ ഒരു പൊതുവായ ഇതാണ് ഒരു കേസിന്റെ വിധി. ആ കേസിന്റെ വിധിയിലൊന്നും നമ്മൾ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം പരിശുദ്ധ അന്ത്യോക്യ പാത്രിയർക്കീസ് ബാവ സേവോറിയോസിനെ സസ്പെൻഡ് ചെയ്തു. ആ സസ്പെൻഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേ ഉണ്ട്. ആ സ്റ്റേ നമ്മൾ മാറ്റണമെന്ന് പറഞ്ഞ് കോടതി അംഗീകരിച്ചില്ല, അത്രേ ഉള്ളൂ. പരിശുദ്ധ ബാവയുടെ അധികാരത്തെ ഒന്നും ചോദ്യം ചെയ്തില്ല. അതിനൊക്കെ ഇനി ഒത്തിരി പ്രോസസ്സുണ്ട് കോടതിയിൽ, അതിൻ്റെതായ കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മളാരും ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. ഞാൻ എൻ്റെ ഒരു മെസ്സേജിൽ ഒരിക്കൽ ഇത് ഇട്ടായിരുന്നേ, ഒരു മാർത്തമേലെ ഒരു അച്ഛൻ പറഞ്ഞതുപോലെ, വെളുക്കാത്ത ഒരു രാത്രിയില്ല, അടങ്ങാത്ത ഒരു കാറ്റില്ല, പെയ്ത് ഒഴിയാത്ത ഒരു മഴയില്ല. അതുകൊണ്ട് ഒരു നല്ല ഭാവി നമുക്ക് ഉണ്ടാകും എന്നുള്ളത് സുനിശ്ചിതമായ കാര്യമാണ്. കാരണം നമ്മൾ നിൽക്കുന്നത് സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും വേണ്ടിയാണ്. ഭാഗം അനീതിക്കും അധർമ്മത്തിനും അസത്യത്തിനും വേണ്ടിയാണെങ്കിൽ താൽക്കാലിക വിജയമൊക്കെ ഉണ്ടാകും. പക്ഷേ നമ്മൾ ഒരുമിച്ച് നിന്നാൽ, നമ്മൾ സഹകരിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ അന്തിമ വിജയം നമുക്ക് തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം. ഇതിനൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. കാരണം ഇതൊക്കെ നടത്തുന്ന ഒത്തിരി ചിലവുണ്ട്, നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒത്തിരി സഹകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയും ആവശ്യം വന്നാൽ ഈ സമുദായത്തെ, അല്ലാതെ ഞങ്ങൾ മെത്രാച്ചന്മാരെ കരുതാനല്ല, ഈ സമുദായത്തെ അതിൻ്റെ സത്യത്തിൽ നിർത്തുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന കൃപയിൽ നിന്ന് ഇനിയും വീണ്ടും സഹകരിക്കണം. ഇപ്പോൾ ഈ പണം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളൂടെ സഹകരിക്കണം. അങ്ങനെ പണമുണ്ടാക്കി കേസ് നടത്തി പണം കളയാനല്ല. ഇവരെല്ലാം പറയുന്നുണ്ട് 73 കേസ് ഞങ്ങൾ കൊടുത്തു. ഞങ്ങൾ ആരും ഒരു കേസും കൊടുത്തിട്ടില്ല. ഞാനും ഈവാനൂസിനുമേനും കൊടുത്ത ഒരു കേസ് എന്താണെന്ന് ചോദിച്ചാൽ, പല കോടതികളിലാണ് കേസ് കിടന്നത്. അതുകൊണ്ട് ഞങ്ങളൊരു കടലാസ് ഹൈക്കോടതി കൊടുത്തു. ഈ കേസെല്ലാം കൂടെ ഒരു കോടതി കൊണ്ടുവരാൻ എളുപ്പമുണ്ടല്ലോ. അത് കോടതി എടുത്തില്ല. ഈ ഒരു കേസല്ലാതെ ഞങ്ങളാരും കൊടുത്തിട്ടില്ല. കൊടുത്തതിൻ്റെയൊക്കെ ഡീറ്റെയിൽ നമ്മൾ ഈ വാട്സപ്പിലൊക്കെ വന്നിട്ടുണ്ട്. മുഴുവൻ അവരാണ് കൊടുത്തിരിക്കുന്നത്. ആര് കൊടുത്താലും നിങ്ങൾ ഓർക്കണം, പരിശുദ്ധ അന്ത്യോക്യ പാത്രിയർക്കീസിനെതിരായിട്ട് കേസ് കൊടുത്തവൻ എന്ത് നിലനിൽപ്പ്. വാസ്തവത്തിൽ നാണം തോന്നി, ലജ്ജ തോന്നിയിട്ടുണ്ട്. കാരണം 15 കൽപ്പന വന്നപ്പോൾ ഈ സുറിയാനി സഭയിൽ, കേരളത്തിൽ നല്ല ലോകത്തിൽ ഒരിടത്തും അന്ത്യോക്യ പാത്രിയർക്കീസിനെ കോടതിയിൽ കയറ്റിയിട്ടില്ല. പക്ഷേ കയറ്റിയത് ക്നാനായക്കാരാണ്. ഇപ്പോഴും അത് തന്നെയാണ്. ക്നാനായ മെത്രാപ്പോലിത്തയാണ് പാത്രിയർക്കീസ് ബാവായ്ക്കെതിരായിട്ട് കേസ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ വളരെ സത്യങ്ങൾ. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നത്, ഈ കോംപ്രമൈസിന് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒന്നും ചെയ്തില്ല, പച്ചക്കള്ളമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു നുണ സമൂഹമായി മാറിയിരിക്കുക. ഒരു കാര്യം നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുകയാണ്, ആത്മാർത്ഥമായി ധർമ്മം നിലനിൽക്കുന്നതിന്, ഈ സമുദായം വളരുന്നതിന് ക്നാനായ കമ്മിറ്റിയോ അസോസിയേഷനോ മെത്രാപ്പോലിത്തായോ ആര് ക്നാനായ സമുദായത്തിൽ മുൻപോട്ട് വന്നാൽ, ഞങ്ങൾ 3 പേരും ഇപ്പോൾ നിങ്ങൾക്ക് വാക്ക് തരുന്നു, വി ആർ ഫോർ ദാറ്റ്. ഈ സമൂഹത്തിന് സമാധാനം ഉണ്ടാകുന്നതിന് എന്ത് ത്യാഗങ്ങൾ സഹിക്കാനും ഞങ്ങളുടെ സന്നദ്ധത നിങ്ങളെ അറിയിക്കുക. അതുകൊണ്ട് ഈ കോംപ്രമൈസിന് വിളിച്ചിട്ട് സഹകരിച്ചില്ല എന്നൊക്കെ പറഞ്ഞത് പച്ചക്കള്ളമാണ്. അത് നിങ്ങളെ അറിയിക്കുവാനായിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. കാരണം ഞാൻ ഇവിടെ വന്നപ്പോൾ പലരോട് ചോദിച്ചു, ഇവിടെ വന്ന് ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഒക്കെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്, UK ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് പച്ചക്കള്ളങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ സത്യങ്ങൾ മനസ്സിലാക്കണം. ഈ കൂടിവരവിൽ ഇത് പറയാനൊക്കൂ. ഞങ്ങൾക്കൊരു ദോഷമുണ്ട്. ഞങ്ങൾക്ക് 3 പേർക്കും വാസ്തവത്തിൽ ഈ മദ്ബഹായിൽ വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് പൊളിറ്റിക്സ് പറയാൻ അറിയില്ല. എന്ന് മാത്രമല്ല, നുണ പറയാൻ അറിയില്ല. ഒരു നുണ പറയും, അതിന് തുടർച്ചയായി അടുത്ത നുണ വരും. ഇത് ഞങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ട് പലരും ഞങ്ങളോട് പറയും, നിങ്ങൾ എന്താ പള്ളി പറയാത്തെ? പള്ളിയും വിശുദ്ധ മദ്ബഹായും വിശുദ്ധ ഏവങ്കേലിയും മേശയും ഇതിനുള്ളതല്ല. അത് പവിത്രമാണ്, അത് പരിപാവനമാണ്. അവിടെ എന്താ ചെയ്യുന്നതെന്നറിയാമോ? നമ്മളെല്ലാം കേൾക്കുന്നില്ലേ എല്ലാ ഞായറാഴ്ചയും? ഭയത്തോടും വിറയലോടും മണക്കത്തോടും വെടിപ്പോടും ഇവിടെ വായിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. ആ മേശയിൽ നിന്ന് എങ്ങനെയാണ് പൊളിറ്റിക്സ് പറയുന്നത്? അതുകൊണ്ടാണ് ഈ മീറ്റിങ്ങിൽ ഇത് പറയേണ്ടതായിട്ട് വന്നത്. ഏത് ചലഞ്ചിനെയും ഞാൻ ഫേസ് ചെയ്യാം, ഏത് ചോദ്യത്തിനും മറുപടി തരാം. എൻ്റെ വാക്കുകളെ
ദീർഘിപ്പിക്കുന്നില്ല. ഇനിയും തിരുമേനിമാരൊക്കെ ഇവാനിസിമേനിയൊക്കെ പറയാനുണ്ട്. തിരുമേനിക്ക് കുറച്ചുകൂടെയൊക്കെ എന്നേക്കാൾ കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഈ 30-ാമത് ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. ഇനിയുമുള്ള സമയങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്കിത് പറയാനായിട്ട് സാധിക്കും. ഇവിടെ വന്നതിനുള്ള സന്തോഷം അറിയിക്കുന്നു. ഈ അമേരിക്കയിലെ ജ്ഞാനായ മക്കളായ സഹോദരങ്ങളായ നിങ്ങൾ കാണിക്കുന്ന ഈ ഐക്യത്തിന് ദൈവം 30, 60, 100 മേനി ഫലം തരട്ടെ. ഇവിടുത്തെ കലാപരിപാടികളൊക്കെ കണ്ടപ്പോൾ ഇന്ന് ഇതിൻ്റെ ജഡ്ജസ് പറഞ്ഞതിനേക്കാളും കൂടുതൽ ഞങ്ങൾ പറയും വളരെ 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 സന്തോഷമാണ് ഈ ഇവിടെ നടക്കുന്ന ഈ കലാപരിപാടികൾ. അതുപോലെ നമ്മുടെ സ്പിരിച്വൽ മീറ്റിംഗ്, ഇനി വിശുദ്ധ ഇനി എന്തെല്ലാം പ്രോഗ്രാം ഇന്നുണ്ട്, നാളെ ഉണ്ട്. ഇതെല്ലാം വളരെ അനുഗ്രഹമാണ്. എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഈ നോർത്ത് അമേരിക്കയിലെ ഈ ജ്ഞാനായ വൃക്ഷം വളർന്ന് പന്തലിച്ച് അനേക ജ്ഞാനായ മക്കൾക്ക് ആശ്രയം വരുവാൻ, പ്രത്യേകിച്ച് വി ഓൾ പ്രേ ഫോർ ദിസ് ബ്ലെസ്ഡ് കൺട്രി, ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ബിക്കോസ് ദിസ് കൺട്രി ദേ ആർ പ്രൊവൈഡിങ് അസ്, ദേ ആർ കെയറിങ് അസ്. അതുകൊണ്ട് ആ രാജ്യത്തെ, ഈ അമേരിക്കൻ രാജ്യത്തെ ഓർത്ത്, ഇതിൻ്റെ ഭരണാധികാരികളെ ഓർത്ത് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. ഭരണാധികാരികൾ നമുക്ക് വേണ്ടി കൂടുതൽ കൂടുതൽ അവസരങ്ങൾ തരുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി അന്ത്യോക്യ ബന്ധം അത് വാഴണം. അതിന് ഭംഗം വരുന്ന ഒന്നും ഉണ്ടാവില്ല എന്നവർക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് 30-ാമത് നോർത്ത് അമേരിക്കൻ ജ്ഞാനായ ഫാമിലി കോൺഫറൻസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊള്ളുന്നു. ദൈവനാമം മാത്രം. ഇവിടെ ഒരു ഭരണഘടനയുണ്ടായി. ദൈവനാമം മാത്രം. Now all our 3 bishops will come forward for the inaugural lamp ceremony. Now I would like to invite His Eminence More Ivanios Kyriakos, Metropolitan, for the inspirational speech. Please, Tirmeni. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. അഭിയന്തനായ ഗ്രിഗോറിയസ് തിരുമേനി, അഭിയന്തനായ സിൽവാനോസ് തിരുമേനി, NKSയുടെ പ്രസിഡന്റ് അന്നനായ മൊഴിയിൽ MC ചെറിയ കോർപ്പിസ്കോപ്പ അടക്കം, അന്നയ ചാലുവേൽ കോർപ്പിസ്കോപ്പ അടക്കം മറ്റ് വൈദിക ശ്രേഷ്ഠരെ, സ്നേഹം നിറഞ്ഞ NKSയുടെ ഭാരവാഹികളെ, എൻ്റെ കൺവീനേഴ്സ്, പ്രിയപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, ദീർഘമായ 2 പ്രഭാഷണങ്ങൾ കേട്ടുകഴിഞ്ഞു. ജ്ഞാനായ സമുദായത്തിൻ്റെ ഇന്നത്തെ സാഹചര്യത്തെക്കുറിച്ച്, അതിൻ്റെ മുന്നോട്ടുള്ളതായ അമേരിക്കയിലെ അതിൻ്റെ സ്ഥിതി വിശേഷത്തെക്കുറിച്ചൊക്കെ അഭിനന്ദനായ സിൽവാനോസ് തിരുമേനിയും ഇന്ന് നടക്കുന്നതായ ജ്ഞാനായ സമുദായത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അഭിനന്ദനായ ഗ്രിഗോറിയസ് തിരുമേനിയും വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചു കഴിഞ്ഞു. വളരെ ചുരുക്കത്തിൽ, സമയം മുന്നോട്ട് പോയിരിക്കുന്നതോടെ വളരെ ചുരുക്കത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. അതിനു മുമ്പായിട്ട് ഞങ്ങൾക്ക് പട്ടം തന്നതായ, വൈദികരാക്കിയതായ ജ്ഞാനായ സമുദായത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ 52 വർഷക്കാലം കാത്തു സൂക്ഷിച്ച ജ്ഞാനായ സമുദായത്തിനൊരു പോറൽ പോലും ഏൽക്കാതെ കാറ്റിലും കോളിലും
തകർന്നു പോകാത്ത നൗകയെ നയിച്ചതായ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ കീഴിൽ കാനായ സമുദായത്തിൻ്റെ പാരമ്പര്യങ്ങളെ കാത്തുസൂക്ഷിച്ച് ഭരണഘടന അതിൻ്റെ എപ്പിസ്കോപ്പസിയുടെ മൂല്യങ്ങളും എപ്പിസ്കോപ്പസിയുടെ പ്രാധാന്യവും നഷ്ടപ്പെടുത്താതെ കാത്തുസൂക്ഷിച്ച ബുദ്ധിമാനായ ജ്ഞാനിയായ കപ്പിത്താനായിരുന്ന കാലഞ്ചിത പുണ്യശ്ലോകനായ ക്ലിമിസ് തിരുമേനിയുടെ പാദസ്മരണയ്ക്ക് മുമ്പിൽ സ്വർണാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങളെയൊക്കെ മെത്രാപ്പൊലിത്തന്മാരായി കൈവപ്പ് നൽകി ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ അംഗീകരിച്ച ഭരണഘടന പ്രകാരം വാഴിച്ച് ഞങ്ങളെ നിയമിച്ചതായ കാലം ചെയ്ത പരിശുദ്ധ ഇഗ്നാത്തിയോസ് സാക്കാപ്രഥമൻ ബാബായുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാജ്ഞലികൾ അർപ്പിച്ചുകൊണ്ട് ഇന്ന് ഗ്രാനായ സമുദായത്തിൻ്റെ എല്ലാ വിധത്തിലുള്ളതായ നേതൃത്വവും നൽകുന്ന ഭാഗ്യമോടെ പരിശുദ്ധ സിംഹാസനത്തിൽ വാണരുളുന്ന പരിശുദ്ധ ഇഗ്നാത്തിയോസ് സഫ്രേൻ ദിദിയൻ പാത്രിക്കീസ് ബാവയോടുള്ള ഭക്തി ആദരവുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ സമക്ഷം അല്പകാര്യങ്ങൾ ഉണർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ജ്ഞാനായ സമുദായ അഭിനന്ദനായ സിൽവാനോസ് ഓർമ്മപ്പെടുത്തിയതുപോലെ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ കീഴിലാണ് എന്നും നിലനിൽക്കുന്നത്. അത് ഭരണഘടന അനുസൃതമാണ്. പരിശുദ്ധ സുറിയാനി സഭയുടെ സത്യവിശ്വാസത്തിൽ ഒരു എപ്പിസ്കോപ്പൽ സഭയായിട്ട്, എന്നാൽ അതിൻ്റെ ലൗകികമായ കാര്യങ്ങളിൽ അസോസിയേഷന് കൃത്യമായ നിർവചനം കൊടുത്തിട്ടുണ്ട്. എന്നാൽ ആത്മീയ കാര്യങ്ങളിൽ കൃത്യമായും ഒരു എപ്പിസ്കോപ്പൽ സഭയാണ് ജ്ഞാനായ സമുദായം. അതിൻ്റെ ആത്മീയ മേഖലകളിലേക്ക് ഒരിക്കൽ പോലും ജ്ഞാനായ സമുദായത്തിൻ്റെ അസോസിയേഷനോ മാനേജിംഗ് കമ്മിറ്റിയോ ഞങ്ങളൊക്കെ മെത്രാന്മാരായി കടന്നു വരുന്നിടം വരെയും ഒരിക്കൽ പോലും കടന്നാക്രമിച്ചിട്ടില്ല. എപ്പിസ്കോപ്പന്മാരായിരുന്നു. എപ്പിസ്കോപ്പന്മാർ ഒരിക്കൽ പോലും ഭൗതികമായ കാര്യങ്ങളിലേക്ക് പ്രവേശിച്ചിട്ടുമില്ല. ക്ലിമീസ് തിരുമേനിയുടെ വിവക്ഷയിൽ ജ്ഞാനായ സമുദായം എന്ന് പറയുന്നത് എപ്പിസ്കോപ്പസിയും ഡെമോക്രസിയും ബ്ലെൻഡ് ചെയ്ത് പോകുന്ന, എന്നാൽ പരസ്പരം പൂരകമായിട്ട് നയിക്കപ്പെടുന്ന ഒരു സമുദായമാണ്. അങ്ങനെയുള്ള ഒരു ഭരണഘടനയാണ് ജ്ഞാനായ സമുദായത്തിനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. പരിശുദ്ധ സുറിയാനി സഭയുടെ സത്യവിശ്വാസവും അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ പൈതൃകവും ജ്ഞാനായ സമുദായത്തിൻ്റെ പാരമ്പര്യങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് പോകുന്ന ഒരു സമുദായമാണ് ജ്ഞാനായ സമുദായം. അതിൽ ജ്ഞാനായ അസോസിയേഷൻ്റെ അധികാര അവകാശങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് വകുപ്പ് 84 പറഞ്ഞിട്ടുണ്ട്. എത്രയോ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഇവിടെ ഒരു ഭരണഘടനയുണ്ടായി. ഇപ്പോഴത്തെ ജ്ഞാനായ കമ്മിറ്റി കടന്നത് വരുന്നിടം വരെയും ആ ഭരണഘടനയിൽ അല്പം പോലും വെള്ളം ചേർക്കാതെ ജ്ഞാനായ സമുദായത്തെ മുന്നോട്ട് കൊണ്ടുപോയതാണ്. പറയാതിരിക്കാനായിട്ട് സാധ്യമല്ല. ഇപ്പോഴത്തെ ജ്ഞാനായ കമ്മിറ്റി വന്നതിന് ശേഷമാണ് ഈ ജ്ഞാനായ സമുദായം സമൂഹത്തിൽ ഇത്രയേറെ അധിക്ഷേപിക്കപ്പെട്ടതും താഴ്ത്തപ്പെട്ടതുമൊക്കെ. അതുകൊണ്ട് ജ്ഞാനായ സമുദായത്തിൻ്റെ ഭരണഘടനയുടെ 84 വകുപ്പിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അസോസിയേഷൻ താഴെ പറയുന്ന 3 കാര്യങ്ങൾ ഒഴിച്ച ബാക്കി എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കാം. ബാക്കി മറ്റു കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കും. 1, ജ്ഞാനായ സമുദായവും പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തെ നിയന്ത്രിക്കുന്ന ഒരു കാര്യങ്ങളിലും തീരുമാനമെടുക്കുവാനായിട്ട് ജ്ഞാനായ സമുദായത്തിൻ്റെ അസോസിയേഷന് സാധ്യമല്ല. പ്രിയമുള്ളവരെ, അവിടെയാണ് ജ്ഞാനായ സമുദായത്തിൻ്റെ അസോസിയേഷൻ ഈ കാലഘട്ടങ്ങളിൽ കൂടി പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തുണ്ടായിരുന്ന എല്ലാ അധികാര അവകാശങ്ങളെയും ചോദ്യം ചെയ്ത പരിശുദ്ധ പത്രോസിന്റെ ശ്ലൈഹിക സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന പരിശുദ്ധ പാത്രിക്കീസ് ബാവയുടെ സ്ഥാനങ്ങളെ മുഴുവൻ ലഘൂകരിച്ച ആ സ്ഥാനത്തു നിന്നും ബാവായുടെ പേരുകൾ മാറ്റി ഒരു ജ്ഞാനായ ഭരണഘടന ഭേദഗതി നടത്തിയത് നിങ്ങൾക്കെല്ലാവർക്കും അറിവുള്ളതാണ്. എന്നാൽ ദൈവാനുഗ്രഹത്താൽ മുനിസിപ്പൽ കോടതിയിലും ജില്ലാ കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഈ തീരുമാനങ്ങളെല്ലാം റദ്ദ് ചെയ്തതിൻ്റെ കാരണം
ജ്ഞാനിയായ കപ്പിത്താൻ ക്ലീമിസ് തിരുമേനിയും അതിനു മുമ്പുള്ള പിതാക്കന്മാരും സമുദായ നേതാക്കന്മാരും ദീർഘവീക്ഷണത്തോടുകൂടെ ഒരു നല്ല ഭരണഘടന ഈ സമുദായത്തിന് ദാനം ചെയ്തിരുന്നത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, എപ്പിസ്കോപ്പസിയുടെ കടയ്ക്കൽ കൈവച്ചതോടുകൂടെ, അതിൻ്റെ തലയ്ക്കൽ കൈവച്ചതോടുകൂടെ ഈ സമുദായത്തിൻ്റെ എപ്പിസ്കോപ്പസി ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ജ്ഞാനായ സമുദായത്തിൽ പല പരിപാടികളിലും ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് എന്ന് ഒരു ജ്ഞാനായ അസോസിയേഷന് തീരുമാനിക്കുവാനായിട്ട് അവകാശമില്ല. അതുകൊണ്ട് 3 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പറയുന്നു. അന്ത്യോക്യ സിംഹാസനത്തെയും ജ്ഞാനായ സമുദായത്തെയും നിയന്ത്രിക്കുന്ന തീരുമാനമെടുക്കുവാനായിട്ട് പാടില്ല. 2, മേലധ്യക്ഷതയെക്കുറിച്ചും പട്ടത്വത്തെക്കുറിച്ചും തീരുമാനമെടുക്കുവാനായിട്ട് ജ്ഞാനായ അസോസിയേഷന് അവകാശമില്ല. വിശ്വാസ ആചാരങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കുവാനായിട്ട് ജ്ഞാനായ അസോസിയേഷന് അവകാശമില്ല. എന്നാൽ ഇപ്പോഴിരിക്കുന്ന ജ്ഞാനായ അസോസിയേഷൻ്റെയും ജ്ഞാനായ കമ്മിറ്റിയുടെയും കാലഘട്ടത്തിൽ ഈ 3 തീരുമാനങ്ങൾക്കും യാതൊരു വിലയും കൊടുക്കാതെ പള്ളികളിലും അസോസിയേഷനിലും പല തീരുമാനങ്ങളും എടുത്തു എന്നുള്ളത് നിർഭാഗ്യകരമായ കാര്യമാണ്. അതുകൊണ്ട് സഭയുടെ എപ്പിസ്കോപ്പസി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പ്രിയമുള്ളവരെ, എങ്ങോട്ടാണ് ഈ സമുദായം പോകുന്നത്? ജ്ഞാനായ ഭരണഘടന അടുത്ത ഒരു കാര്യം പറയുന്നുണ്ട്. ജ്ഞാനായ അസോസിയേഷൻ സമുദായത്തിന്റെ പാർലമെന്റാണെന്ന് പറയുമ്പോൾ ഒരു മെത്രാനെ തെരഞ്ഞെടുക്കുവാനായിട്ടുള്ള അവകാശം ജ്ഞാനായ അസോസിയേഷൻ ഉണ്ട്, സംശയമില്ലാത്ത കാര്യമാണ്. പള്ളികളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടതായ ഓരോ പ്രതിനിധികളും ചേർന്ന് ജ്ഞാനായ അസോസിയേഷൻ കൂടിയാണ് ഞങ്ങൾ 3 മെത്രാപ്പൊലിത്തന്മാരെയും തെരഞ്ഞെടുത്ത 4 മെത്രാപ്പൊലിത്തന്മാരെയും തെരഞ്ഞെടുത്ത. ഞങ്ങളാരും മാനത്ത് നിന്ന് പൊട്ടി വന്നവരല്ല പ്രിയമുള്ളവരെ. ഞങ്ങളെ ജ്ഞാനായ സമുദായത്തിന്റെ അസോസിയേഷൻ തെരഞ്ഞെടുത്തവരാണ്. എന്നാൽ ആ ജ്ഞാനായ അസോസിയേഷൻ തെരഞ്ഞെടുത്ത ഞങ്ങളെ മെത്രാന്മാരാക്കണമെങ്കിൽ ജ്ഞാനായ അസോസിയേഷന് സാധ്യമല്ല. ഇവിടുത്തെ ഒരു മെത്രാന് സാധ്യമല്ല. ഇത് ജ്ഞാനായ സമുദായത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ജ്ഞാനായ കമ്മിറ്റിയോട് ഞങ്ങൾ പറയട്ടെ, ജ്ഞാനായ സമുദായത്തിന്റെ ഭരണഘടന വ്യക്തമായിട്ട് പറയുന്നു, ഒരാളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ മെത്രാപ്പൊലിത്തായിട്ടോ സഹായ മെത്രാനായിട്ടോ തെരഞ്ഞെടുത്താൽ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് അംഗീകരിക്കണം പരിശുദ്ധ പാത്രികീസ് ബാവ. പരിശുദ്ധ പാത്രികീസ് ബാവ അംഗീകരിച്ചില്ല എങ്കിൽ ഞങ്ങൾ ആരും മെത്രാന്മാരാകുകയില്ല. ജ്ഞാനായ സമുദായത്തിന്റെ അസോസിയേഷൻ അല്ലാതെ അംഗീകരിക്കണ്ടേ? ഞാനും അഭിനന്ദനായ സിൽവാനോസ് തിരുമേനിയും പരിശുദ്ധ പാത്രികീസ് ബാവയുടെ അരമനയിൽ സാക്ക ബാവയുടെ അടുത്ത് ചെന്നപ്പോൾ ബാവ ഞങ്ങളോട് പറഞ്ഞു, ജ്ഞാനായ അസോസിയേഷന്റെ മിനിറ്റ്സ് കാണണം. ഞങ്ങളെ തിരിച്ചുവിട്ടാൽ ഞങ്ങൾ എന്നും നിയുക്ത മെത്രാന്മാരായിട്ടിരിക്കും, ഒരിക്കൽ പോലും മെത്രാന്മാരാകുകയില്ല. പ്രിയമുള്ളവരെ, അംഗീകരിച്ചു. അഭിനന്ദനായ സൈവറിസ് തിരുമേനിയും ഗ്രിഗോറിയസ് തിരുമേനിയും മിനിറ്റ്സ് ബുക്കുമായിട്ട് കടന്നു വന്ന് അത് കണ്ട് അംഗീകരിച്ചതിന് ശേഷം പരിശുദ്ധ പാത്രികീസ് ബാവ ഞങ്ങളോട് പറഞ്ഞു ഒരുങ്ങിക്കൊള്ളാനായിട്ട്. രണ്ടാമതായിട്ട് അസോസിയേഷൻ ഭരണഘടന പറയുന്നു, അംഗീകരിക്കപ്പെട്ടതിന് ശേഷം വാഴിക്കുന്നത് പരിശുദ്ധ പാത്രികീസ് ബാവയാണ് പ്രിയമുള്ളവരെ. അല്ലാതെ ജ്ഞാനായ സമുദായത്തിന്റെ അസോസിയേഷൻ സെക്രട്ടറി അല്ല ഞങ്ങളെ വാഴിക്കുന്നത്. അത് മനസ്സിലാക്കുവാനായിട്ടുള്ള ബുദ്ധി ഈ ജ്ഞാനായ സമുദായത്തിലെ ജനങ്ങൾക്കുണ്ടാകണം. അംഗീകരിച്ച വാഴിച്ചാൽ നിയമിക്കുന്നത് പരിശുദ്ധ പാത്രികീസ് ബാവയാണ് പ്രിയമുള്ളവരെ, അല്ലാതെ ജ്ഞാനായ അസോസിയേഷനോ ജ്ഞാനായ സമുദായത്തിന്റെ സെക്രട്ടറിയോ അല്ല. അതുകൊണ്ട് അംഗീകരിച്ച് വാഴിച്ച് നിയമിക്കപ്പെടുന്നത് പരിശുദ്ധ പാത്രികീസ് ബാവയാൽ ആണെങ്കിൽ ആ പരിശുദ്ധ പാത്രികീസ് ബാവയ്ക്കല്ലാതെ മറ്റാർക്കും ഞങ്ങളെ ഈ സമുദായത്തിൽ നിന്ന് മാറ്റി നിർത്തുവാനായിട്ട് അവകാശമില്ല. അപ്പോയിന്റ് ചെയ്യുന്നത് പാത്രികീസ് ബാവയാണെങ്കിൽ ജ്ഞാനായ അസോസിയേഷൻ എങ്ങനെയാണ് ഞങ്ങളെ മാറ്റി നിർത്തുവാനായിട്ട് സാധിക്കുന്നത്? അതുകൊണ്ട് സഹായമെത്രാന്മാരായിട്ട് ഞങ്ങൾ വാഴിക്കപ്പെട്ടു, സംശയമില്ലാത്ത കാര്യമാണ്. എന്നാൽ സഹായമെത്രാന്മാരായ ഞങ്ങൾ വാഴിക്കപ്പെട്ടതിന് ശേഷം ഈ ജ്ഞാനായ അസോസിയേഷനാണ് ഞങ്ങളെ മേഖലാ മെത്രാന്മാരായിട്ട് തെരഞ്ഞെടുത്തത്. മേഖലാ മെത്രാന്മാരായിട്ട് മേഖലകൾ തിരിച്ച ഓരോ പള്ളികൾ വന്യനായ കുളത്രാമണ്ണിലച്ഛൻ പ്രസിഡന്റായിട്ടിരിക്കുമ്പോൾ, അച്ഛൻ ഇവിടെ ഇരിപ്പുണ്ട്, അച്ഛൻ പ്രസിഡന്റായിട്ടിരിക്കുമ്പോഴാണ് ഇന്ന പള്ളികൾ റാന്നി മേഖലയിൽ വേണമെന്നും ഇന്ന പള്ളികൾ കല്ലിശ്ശേരി മേഖലകൾ വേണമെന്നും ഇന്ന പള്ളികൾ നോർത്ത് അമേരിക്കയിലും കാനഡയിലും യൂറോപ്പിലും വേണമെന്നും മിച്ചം വരുന്നത് ബാക്കിയുള്ളത് ചിങ്ങവനത്ത് അഭിനന്ദനായ സേവോറിയസ് തിരുമേനിയുടെ കീഴിൽ ചിങ്ങവനത്തെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട്
അദ്ദേഹത്തിന്റെ കീഴിൽ വേണമെന്നും ജ്ഞാനായ അസോസിയേഷൻ തീരുമാനിച്ചാണ് ഞങ്ങളെ മേഖലാമെത്രാന്മാരായിട്ട് തെരഞ്ഞെടുത്ത്. അത് പാത്രിക്കീസ് ബാവ അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് ജ്ഞാനായ അസോസിയേഷനിൽ നടക്കുന്ന തീരുമാനങ്ങളൊക്കെ എത്രയോ വിചിത്രമാണ്. ഈ സമുദായത്തെ കുട്ടിച്ചോറാക്കുവാനായിട്ടുള്ളതായ ഇന്ന് മെത്രാന്മാർ കാലം ചെയ്തു പോകും. ജ്ഞാനായ അസോസിയേഷനിലെ സെക്രട്ടറി അല്ലെങ്കിൽ ട്രസ്റ്റിമാർ ഇവിടെ നിന്ന് മാറിപ്പോകും. ഈ സമുദായം നിലനിൽക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ ജ്ഞാനായക്കാരായ വൈദികരായിരിക്കുമ്പോഴും മെത്രാന്മാരായിരിക്കുമ്പോഴും ഞങ്ങൾ എവിടെ ചെന്നാലും ഈ സമുദായത്തിനൊരു അഭിമാനമുണ്ടായിരുന്നു. ഈ സമുദായത്തെ കുറിച്ചൊരു ഞങ്ങൾക്കൊരു അഹങ്കാരമുണ്ടായിരുന്നു. ഇന്ന് ജ്ഞാനായക്കാരാന്ന് പറയുന്നത് കേട്ടാൽ വാസ്തവത്തിൽ മറ്റുള്ളവർക്ക് പരിഹാസമാണ്. ഇന്ന് ജ്ഞാനായ അസോസിയേഷൻ നടക്കുന്ന പല തീരുമാനങ്ങളും നമുക്കറിയാമല്ലോ, എത്രയോ വിചിത്രമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് മാറ്റമുണ്ടാകണം. മാറ്റത്തിന്റെ ധ്വനി കേൾക്കപ്പെട്ടു. ചിങ്ങവനം ദേറാപ്പള്ളിയിലും റാന്നി വലിയപള്ളിയിലും അതിൻ്റെ ധ്വനി കാണപ്പെട്ടു കഴിഞ്ഞു. മുന്നോട്ടും പല പള്ളികളിലും ഈ ധ്വനി ഉണ്ടാകും, സംശയമില്ല. അതുകൊണ്ട് ഞങ്ങൾ മരിക്കുന്നിടം വരെയും നിങ്ങളുടെ മുന്നിൽ വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ്. ഞാനും അഭിമന്യനായ ഗ്രിഗോറിയോസ് തിരുമേനിയും അഭിമന്യനായ സിൽവാനോസ് തിരുമേനിയും ഞങ്ങളുടെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന്റെ കീഴിൽ ഈ ജ്ഞാനായ സമുദായ എന്ന നൗകയെ പൊട്ടിച്ചെതറിക്കുവാനായിട്ട് ഞങ്ങൾ സമ്മതിച്ചു കൊടുക്കുകയില്ല. എത്ര കോടതി വിധികൾ ഇവിടെ ഉണ്ടായാലും ഈ സമുദായത്തെ തകർക്കുവാനായിട്ട് ഞങ്ങൾ 3 പേരും ഉള്ളിടത്തോളം കാലം ഞങ്ങൾ സമ്മതിച്ചു കൊടുക്കുകയില്ല. മറ്റൊരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തട്ടെ, ഇന്ന് പല സമാധാന ശ്രമങ്ങളും കടന്നു വരുന്നുണ്ട്. ഞങ്ങൾ ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ്. ഞങ്ങൾക്ക് വാശിയില്ല. ഞങ്ങളുടെ സമുദായമാണ്, ഞങ്ങളെ മെത്രാന്മാരാക്കിയ സമുദായമാണ്. ഈ സമുദായത്തിന്റെ നന്മ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ 3 പേരും ഏത് സാഹചര്യത്തിലും അഭിനന്ദനായ സേവോറസിന് വേണ്ടി സംസാരിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. എന്ത് വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ അന്ത്യോക്യ സിംഹാസനത്തെ വിട്ടൊരു കാര്യം ഇന്ന് ഞങ്ങൾക്ക് 3 പേർക്കുമില്ല. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഇഗ്നാത്യോസ് അഫ്രേം ദിദിയൻ പാത്രിക്കീസ് ബാവയെ വിട്ട അത് ഞങ്ങളുടെ പൈതൃകമായിട്ട് ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. അതിൽ നിന്നും അണുവിട തിരിച്ചു പോകാതെ ഞങ്ങൾക്ക് പട്ടം തന്ന ക്ലിമീസ് തിരുമേനി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്ന് നമ്മൾ അന്ത്യോക്യ സിംഹാസനത്തോടെ നമ്മൾ വ്യതിചലിക്കുന്നു, അത് ശൽമൂസായാലും നമ്മുടെ പട്ടംകൊട ശുശ്രൂഷയിലും എന്ന് നമ്മൾ അതുമായിട്ട് മറുതലിക്കുന്നു, അന്ന് നമ്മൾ ഉരിയപ്പെട്ടവരും പ്രാഗപ്പെട്ടവരും ശപിക്കപ്പെട്ടവനുമാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുള്ളവർ ഇന്ന് ശപിക്കപ്പെട്ടവരും ഉരിയപ്പെട്ടവരുമാണെന്ന് പ്രിയമുള്ളവരെ ഓർമ്മിപ്പിക്കട്ടെ. ഇന്ന് ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം ഒരു വിധിയുണ്ടായി. ഇതുകൊണ്ടൊന്നും നമ്മുടെ വിശ്വാസത്തെ തകർക്കുവാൻ സാധ്യമല്ല. 2017 1995 യാക്കോബായക്കാർക്കെതിരായിട്ടൊക്കെ വിധി വന്നു. എവിടെ പോയി ആ വിധിയൊക്കെ? യാക്കോബായക്കാരെ പള്ളി കുറെ പിടിച്ചുകൊണ്ട് പോയിട്ട് എത്ര പേരെ കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിച്ചു? വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ ഓർക്കുന്നത്, അഭിനന്ദനായ സിൽവാനോസ് തിരുമേനി നോർത്ത് അമേരിക്കൻ ഗ്രാനായ കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിൽ ഈ നോർത്ത് അമേരിക്കയിൽ എന്നും നിലനിൽക്കും. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനം പറയുന്നിടം വരെയും. അതല്ലാതെ അദ്ദേഹം ഇവിടുന്ന് പോകുകയില്ല. പോകണമെങ്കിൽ പരിശുദ്ധ സിംഹാസനം പറയണം. കാരണം പരിശുദ്ധ സിംഹാസനമാണ് അദ്ദേഹത്തെ ഇവിടെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. സിംഹാസനത്തോടെ നിങ്ങൾ പറ, സിംഹാസനം പറയട്ടെ തിരുമേനി ഇവിടുന്ന് പോകുവാനായിട്ട്. അല്ലാത്തിടത്തോളം കാലം തിരുമേനി ഇവിടെ നിലനിൽക്കും. ഞങ്ങൾ നിൽക്കുന്ന സ്ഥാനങ്ങളിലൊക്കെ പരിശുദ്ധ സിംഹാസനം ഇന്ന് ഞങ്ങളോട് ഈ സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങേയറ്റം ഞങ്ങളുടെ അപ്പനെ അനുസരിക്കുവാനായിട്ട് ഞങ്ങൾ എന്നും ബാധ്യസ്ഥരാണ്. അതാണ് ഞങ്ങളുടെ വിധേയത്വം, ഞങ്ങളുടെ കൂറ്. അതിൽ നിന്ന് ഞങ്ങൾ മാറിപ്പോകില്ല. പക്ഷേ ഞങ്ങൾ മുന്നോട്ട് ഈ പരിശുദ്ധ സിംഹാസനത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുവാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ അതിനൊക്കെയുള്ള സാഹചര്യം നിങ്ങൾക്കറിയാമല്ലോ. ഞങ്ങളെയൊക്കെ പല പരിപാടികളിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ ഒരു സഹായങ്ങളും ഇന്ന് സമുദായത്തിന് തരുന്നില്ല. അതിനൊന്നും ഞങ്ങൾക്ക് വിഷമമില്ല. ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾ 3 പേരും ഞങ്ങളുടെ ദൈവത്തെങ്കിലേക്ക് നോക്കിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ കോടതി വിധികളിലേക്ക് നോക്കിയല്ല. പക്ഷേ മുന്നോട്ട് പരിശുദ്ധ സിംഹാസനത്തെ ഊട്ടിയുറപ്പിക്കുവാനായിട്ട്, സിംഹാസനത്തെ ചേർത്ത് നിർത്തുവാൻ, ഞങ്ങളെ ചേർത്ത് നിർത്തുന്ന സിംഹാസനത്തെ ഉയർത്തിപ്പിടിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. അത് NAKC-ക്കുമുണ്ട്, സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ
അതിനാവശ്യമായ സഹായ സഹകരണങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. സിംഹാസനത്തെ താഴെയിടുവാനായിട്ട് നമുക്കാർക്കും അവകാശമില്ല. നമ്മുടെ അപ്പൻ താഴെ വീണാൽ നമ്മൾ താഴെ പോകും, സംശയമില്ല. അതുകൊണ്ട് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോട് ചേർന്ന് നിന്ന് ഈ സമുദായത്തെ കെട്ടുറപ്പുള്ള, ഈ സമുദായത്തിന്റെ പാരമ്പര്യങ്ങളെയൊക്കെ കാത്തു സൂക്ഷിക്കുന്ന, ഇതിന്റെ എൻഡോഗാമിയെയും ഇതിന്റെ പാരമ്പര്യങ്ങളെയും അവിടെ നിന്ന് പോന്നപ്പോൾ ബന്ധങ്ങൾ വേർപെട്ടു പോകരുതെന്നും 10 കൽപ്പനകളും 7 കൂദാശകളും കാത്തു സംരക്ഷിക്കണമെന്നും പഠിപ്പിച്ച ആ പരിശുദ്ധ പിതാക്കന്മാരോടുള്ളതായ വലിയ വിധേയത്വത്തിൽ ഞങ്ങൾ എന്നും നിലനിൽക്കും. അതിന് ഞങ്ങളുടെ ജീവനെ കൊടുക്കേണ്ടി വന്നാലും, ഞങ്ങൾ രക്തസാക്ഷികളായി തീർക്കേണ്ടി വന്നാലും, ഞങ്ങൾക്ക് അപമാനങ്ങൾ ഏൽക്കേണ്ടി വന്നാലും ഞങ്ങൾ അതിൽ നിന്ന് പിന്നോട്ട് പോകുകയില്ല എന്ന ഉറപ്പ് നിങ്ങൾക്ക് നൽകിക്കൊണ്ട് അഭിനന്ദനായ സിൽവാനോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ 4 ദിവസം നടക്കുന്ന വളരെ എനർജറ്റിക് ആയിട്ടുള്ളതായ, വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ളതായ, വളരെ പോസിറ്റീവായിട്ടുള്ള ഇവിടുത്തെ എല്ലാ പരിപാടികൾക്കും ഭംഗിയായിട്ട്, ഇതിന് പേരെടുത്ത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഓരോരുത്തരും എത്രയോ ഭംഗിയായിട്ടാണ് ഇവിടുത്തെ പരിപാടികൾ ക്രമീകരിച്ച്, നിങ്ങളുടെ ഡെഡിക്കേഷൻ എത്രയോ ദിവസമായിട്ട് ഞായറാഴ്ചകളിൽ എത്രയോ വളരെ നല്ല ട്രെയിനിങ്ങോടുകൂടെ നിങ്ങളുടെ ആ വലിയ പ്രവർത്തനത്തെ അങ്ങേയറ്റം ശ്ലാഘിക്കുന്നു. ആ സംഘടനാ പാടവത്തെ എത്രമാത്രം മുക്തകണ്ഠം പ്രശംസിച്ചാലും മതിയാകുകയില്ല. പിന്നെ തിരുമേനിയുടെ നേതൃത്വത്തിൽ, NAKC നേതൃത്വത്തിൽ ഇനി മുന്നോട്ടുള്ളതായ എല്ലാ കാലങ്ങളിലും ഈ ഫാമിലി കോൺഫറൻസ് ഭംഗിയായി നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ആശംസിച്ച് എല്ലാവിധമായ നന്മകളും എല്ലാവിധമായ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനവും ജ്ഞാനായ ബന്ധവും നീണാൾ വാഴട്ടെ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. Thank you, Tirumeni, for such an inspirational speech. Now I would like to invite our very Reverend Father M.S. Cherian